ഒരു ഉത്സവത്തിന് പോയാലോ? കാരണം ഉത്സവം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. ഞാൻ ഇപ്പോഴാണ് കേട്ടോ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ആദ്യം തന്നെ ഞാൻ അവിടുത്തെ കുളം കാണിക്കാം കേട്ടോ. നല്ല കുളമാണ്. അവിടുന്ന് വരാൻ മനസ്സ് വന്നിട്ട് നല്ല ഒരു ഹരിത നിറമായൊരു കുളം. പിന്നെ ആ സ്റ്റെപ്പൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടുത്തെ ആ ഒരു കവാടമൊക്കെ കാണാൻ. അങ്ങനെ ഞാൻ അവിടെ ഉണ്ടായ ഭസ്മൊക്കെ തൊട്ട് നേരെ ഇറങ്ങി കേട്ടോ. നല്ലോണം പടികളെല്ലാം ആയിട്ട് എനിക്ക് എന്തോ ഒരു സിനിമയിലൊക്കെ കാണുന്നൊരു ഫീലിങ്സാണ് അവിടെ നിന്ന് കിട്ടിയത്. നല്ല ചെറിയൊരു കട്ടാരം പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അങ്ങനെ നേരെ വന്നു. ഇപ്പം നിങ്ങൾക്ക് അമ്പലം പിടികിട്ടിയിട്ടുണ്ടാവും അല്ലേ? കാസർഗോട്ടുകാർക്ക് പിടികിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അതെ, ശ്രീ പള്ളിക്കര ഭഗവതി ക്ഷേത്രം. നമ്മളെ നീലേശ്വരത്തുള്ള ക്ഷേത്രമാണ് ഇത്. നീലേശ്വരത്തുള്ളവരെന്തായാലും അറിയും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കുളം തന്നെ ആദ്യം കാണിച്ചത്. അങ്ങനെ പിടികിട്ടിയിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞാൻ നേരെ അതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ മുന്നിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിക്കാൻ നിന്ന് ഇപ്പോൾ ഇവരെ ഒന്നിച്ച് എനിക്ക് എത്താൻ പറ്റൂല കേട്ടോ. ഞാൻ പെട്ടെന്ന് ഉള്ളിൽ കയറി. ഒരു ശാന്തമായ അന്തരീക്ഷമായിരുന്നു കേട്ടോ. നല്ലൊരു ക്ലൈമറ്റ്. അപ്പോൾ അവിടെ ഉത്സവമായതുകൊണ്ട് അതിൽ ആ ഒരു ഓല മെഴിഞ്ഞിട്ടുള്ളതിൻ്റെ ഉള്ളിൽ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ ഉച്ചയ്ക്ക് നട തുറന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ നടയുടെ മുന്നിൽ നിന്ന് ഭഗവാനെ തൊഴുത് നേരെ വന്നു കേട്ടോ. അവിടെ ഉണ്ടായിരുന്നു കുറച്ച് കുറി. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ കുറികളും എടുത്ത് തൊട്ട് നെറ്റിക്ക് വെച്ചു കേട്ടോ. അങ്ങനെ നേരെ ഇനി അമ്പലത്തിന് ചുറ്റും വരികയാണ് കേട്ടോ പണി. അങ്ങനെ നേരെ അമ്പലത്തിന് ചുറ്റും വന്നു. നേരെ അല്ല കേട്ടോ, കുറച്ച് സമയം എടുത്തു കേട്ടോ. ഞാൻ ഈ ക്യാമറയും തൂക്കി പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവർ മുന്നിൽ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പിന്നെ ഞാനും മുന്നിലെത്തി. നല്ല ചൂടായതിനോണ്ട് ഞാൻ ആ തണലത്ത് പോവാന്ന് കേട്ടോ. നല്ല ഒരു എന്താ ചുട്ടുപൊള്ളുന്ന വെയിലാന്ന് കേട്ടോ. അപ്പോൾ അതിലേക്ക് എൻ്റെ കാല് പോയാൽ കാലേ ഇല്ലാതാവും എനിക്ക് തോന്നി. പിന്നെ ഭഗവാന്റെ നടയിലായതുകൊണ്ട് ആ ഒരു പേടി ഉണ്ടായിട്ടാട്ടോ കാല് പോകുന്നുള്ളത്. പിന്നെ നേരെ ഇതിലേ പോയിട്ട് ഇവിടെ എന്തോ തെയ്യം കെട്ടുന്നതിന് എന്തോ സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ അത് നോക്കി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത്. അങ്ങനെ അതും നോക്കിയിട്ട് കുറച്ച് പ്രാർത്ഥിച്ചു കേട്ടോ. അവിടെയും കുറച്ച് ഭണ്ഡാരത്തിൽ പൈസയൊക്കെ ഇട്ട് നമ്മളിവിടെ നിന്ന് നേരെ വന്നു. പിന്നെ ഇത് അച്ചാച്ചനാണ്. അത് അച്ചാച്ചന് എന്നെപ്പോലെ തന്നെയാണ്. വെയിലത്ത് കാല് കുത്താൻ കഴിയില്ല. അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടെ നിന്നിട്ട് എല്ലാവരും കാത്തിട്ട് നേരെ പോവാന്ന് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് സ്പീഡിൽ നടന്നു കേട്ടോ. പെട്ടെന്ന് പോയില്ലെങ്കിൽ കാലൊരു പണി കിട്ടും. അങ്ങനെ ഏത് ഭാഗത്ത് പോയാലും ചൂട്. പിന്നെ ഇതാ നമ്മൾ തണലത്ത് എത്തിയതുകൊണ്ട് ആ ഒരു സമാധാനം. പിന്നെ അമ്പലത്തിൻ്റെ ഇതിലേ പോകുമ്പോൾ ചൂടൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. വീഡിയോ കുറച്ച് ഇത് കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഒരു പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് നേരെ വന്നു കേട്ടോ. ഇതാണ് എൻ്റെ അമ്മ. അങ്ങനെ നേരെ ഇതെൻ്റെ അമ്മയും. അങ്ങനെ നേരെ ഇവിടെ എല്ലാം വന്നിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ ഇതൊരു ആൽമരമാണ്. ഇതിൻ്റെ ഐതിഹ്യങ്ങൾ കുറേ ഉണ്ടതുകൊണ്ട് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ നേരെ പള്ളിക്കര ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് വന്നു.